ഇപ്പോൾ കോവിഡ് പൂർണ്ണമായിട്ടും കണ്ടെയ്ൻ ചെയ്തോ കേരളത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അതോ ഒറ്റപ്പെട്ട രീതിയിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. കാരണം അതിപ്പം നമുക്ക് ആ രീതിയിലുള്ള ഒരു ടെസ്റ്റിങ്ങും റിപ്പോർട്ടിങ്ങും ഇപ്പം ഇല്ല. ഇപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ റിപ്പോർട്ടിംഗ് ഏപ്രിൽ 14 നിർത്തിവെച്ചിരിക്കുക, കഴിഞ്ഞ ഏപ്രിൽ 14 അതുകൊണ്ട് കോവിഡ് പരിശോധന ഇല്ല. കോവിഡ് നമുക്ക് പരിശോധിക്കാം. ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്, അത് ആവശ്യപ്പെട്ട് ചെയ്യാം. പക്ഷേ അത് അങ്ങനെ ആ രീതിയിൽ റിപ്പോർട്ടിങ്ങും മാൻഡേറ്ററി ആയുള്ള റിപ്പോർട്ടിങ്ങും അത് ഫോളോ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ഭീഷണി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഭീഷണി പറ്റൂ. കാരണം അത്യാവശ്യം ഫലപ്രദമായ വാക്സിൻ വന്നു ഇൻട്രൊഡ്യൂസോടുകൂടി തന്നെ നമുക്കതിനെ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ രീതിയിൽ പക്ഷേ വാക്സിൻ എടുത്തവരിൽ ഇപ്പം അനന്തര ഫലങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞ വലിയ വിമർശനം. അതൊരു ചർച്ചാ വിഷയമാണ് എന്നുണ്ട്. കാരണം വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ വാക്സിൻ്റെയും അതിൻ്റെ എത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ട്, സ്പെസിഫിസിറ്റി എത്രത്തോളം ഫലപ്രദമാണ് രോഗപ്രതിരോധത്തിന്, അതുപോലെ തന്നെ സൈഡ് ഇഫക്ട്സും അതിൻ്റെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ 10 ലക്ഷം പേരിൽ 2 പേർക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് ഇപ്പം കോടിക്കണക്കിന് ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കുമ്പം അതിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണം, അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക. ഇതാണ്. പക്ഷേ കേരളത്തിൽ നോക്കുമ്പോഴേ ഇപ്പം നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അല്ല, അതിനെ നമുക്ക് വാക്സിൻ്റെ കാരണം പറയാൻ കഴിയില്ല. കാരണം വാക്സിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അത് ഇപ്പം ഒരു പോസ്റ്റ് കോവിഡ് ഒരു ആരോഗ്യ പ്രശ്നമാണോ എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്, പഠനവിധേയമാക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ അത് പഠനവിധേയമാക്കുന്നുണ്ട്. കോവിഡാനന്തരം ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്ന തീർച്ചയായും കേസുകളാണ് കൂടുതൽ. അതെ, അതിന് വേറെ പഠനങ്ങൾ അങ്ങനെ ഉണ്ട്. തീർച്ചയായിട്ടും ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കോവിഡ് വന്ന് ഇപ്പം വാക്സിൻ എടുത്തവരും അത് ഭേദപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തുടർന്ന്? നമ്മളിതിൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നുള്ളതാണ്. ഇപ്പം ഡെയിലി വ്യായാമം, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം, അത് നല്ല രീതിയിൽ ഇപ്പം നടക്കുന്നത് ബ്രിസ്ക് വാക്കിംഗ് ആണ് ആക്ച്വലി രോഗാരോഗ്യ സംഘടന എല്ലാവർക്കുമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യായാമ രീതി. അത് മാത്രം പോരാ, വേറെ മറ്റു കാര്യങ്ങൾ ചെയ്യാവുന്നവർക്ക് അത് ചെയ്യാം, എക്സർസൈസുകളൊക്കെ ചെയ്യാം. എന്തായാലും വ്യായാമം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ മിതമായ വ്യായാമം അല്ലേ? അതോ അതെ, അധികം വ്യായാമം ചെയ്തവരും പലരും അതൊരു പ്രശ്നമുണ്ട്. അത് ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഒരു വ്യായാമം തീർച്ചയായിട്ടും എല്ലാവർക്കും ആവശ്യമുണ്ട്. അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണശീലം. നമുക്കിപ്പം പലപ്പോഴും പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ വളരെ കൂടുതലാണ്. ആക്ച്വലി ഇന്ത്യൻ ഡയറ്റിൽ പൊതുവേ ഉണ്ട്, മധുരവും അതുപോലെ ചോറിൻ്റെ ഉപയോഗമൊക്കെ കേരളത്തിൽ വളരെ കൂടുതലാണ് ആക്ച്വലി. അപ്പോൾ അത് കുറച്ചൊന്ന് കുറയ്ക്കുകയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആ രീതിയിലുള്ള ബോധപൂർവ്വം ആ രീതിയിലുള്ള ഒരു ആരോഗ്യശീലം രൂപപ്പെടുത്തിയിരിക്കേണ്ടത്. അതുപോലെ ജീവിതശൈലിയിൽ വലിയ മാറ്റം വന്നു. ജീവിതശൈലി മാറണം തീർച്ചയായിട്ടും. ഇതല്ലെങ്കിൽ കോവിഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോർബിഡിറ്റിയുള്ള രോഗാതുരതയുള്ളൊരു സംസ്ഥാനം കേരളമാണ് ആക്ച്വലി. നമുക്കിപ്പം മുതിർന്നവരിൽ 18 വയസ്സിന് മുകളിലുള്ള 2 പേരെടുത്താൽ അതിൽ ഒരാൾക്ക് പ്രമേഹമോ രക്താതിമർദ്ദമോ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് വരാനുള്ള സാധ്യതയും. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗാതുരത ഇത്രയും അധികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.